بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ ഖബറിടം അള്ളാഹു സ്വർഗീയമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. നമ്മുടെ കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. സയ്യിദന ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. മഹാനായ ഇമാം ഗസാലി രേഖപ്പെടുത്തുന്നുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പള്ളിയിൽ നിന്നും തിരിച്ചു വരുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ഒരു സ്ഥലത്ത് കൂടി നിന്ന് ഉറക്കെ ചിരിക്കുകയും ഉറക്കെ വർത്തമാനം പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കണ്ടു. സർവ്വസാധാരണമാണ്. ഇന്ന് ഈ അവസ്ഥ നമ്മുടെ ചുറ്റുപാടിൽ ധാരാളം കാണാറുണ്ട്. ഉറക്കെ സംസാരിക്കുന്ന, ഉറക്കെ പൊട്ടിച്ചിരിക്കുന്ന ഒരവസ്ഥ. കുറച്ച് യുവാക്കളായിരിക്കാം. ഇത് കണ്ട പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും മുറിച്ചു കളയുന്ന മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ നിങ്ങൾ കൂടുതൽ ഓർക്കണം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ വളരെ അതബോടുകൂടെ അത് സ്വീകരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വട്ടവും കൂടി അവർ കൂടിയിരുന്ന ആ ഭാഗത്തു കൂടി വീണ്ടും വരേണ്ടി വന്നു. ആ സമയത്ത് അവർ വീണ്ടും അതിലപ്പുറ ചിരി. ആ സമയം ഹബീബ് അവരോട് പറഞ്ഞു, അമ്മാ വല്ലദീ നഫ്സി ബിയദിഹി ലൗ തഅലമൂന മാ അഅലമു ലളഹഖതും ഖലീല വലബകൈതും കസീറാ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അറിയണേ, അല്ലാഹുവെ തന്നെയാണ് സത്യം. ഞാൻ അറിയുന്ന പലതും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദുനിയാവിൽ ചിരിക്കാൻ കഴിയൂല. നിങ്ങൾ ദുനിയാവിൽ ധാരാളം കരയുമായിരുന്നുവെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. നമുക്ക് പലതും അറിയാത്തത് കൊണ്ടാണ്. പലതും അറിഞ്ഞിരുന്നുവെങ്കിലോ, ഒരു ഖബറിന്റെ സമീപത്ത് കൂടി നമ്മൾ പോകുമ്പോൾ ഖബറിന്റെ അകത്ത് എന്താണെന്ന് എനിക്കും നിങ്ങൾക്കറിയില്ല. അറിഞ്ഞിരുന്നെങ്കിലോ, ഒരു മരണാസന്നനായ മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് അയാൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആലോചിക്കും. അയാളുടെ മനസ്സിലുള്ള നമുക്ക് അറിയില്ല. നമ്മെ കുറിച്ച് നമ്മൾ യാതൊരുവിധ ചിന്തയുമില്ലാതെയാ പോകുന്നത്. എവിടെയാ ഇപ്പൊ ഞാൻ നിങ്ങൾ നിൽക്കുന്നത്? ഇപ്പൊ മരിച്ച നമുക്ക് എവിടെയാ എത്താൻ പറ്റാ? നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയെ കുറിച്ചുള്ളൊരു ചിന്ത തന്നെ ഇല്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു മനുഷ്യൻ അകാരണമായി ചിരിക്കുന്ന നേരത്ത് അവന്റെ ഹൃദയത്തിന് കാഠിന്യത വരുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വല്ലാത്ത ഉപദേശമാണ് ചിരിയുടെ വിഷയത്തിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ചിരിക്കണ്ടെന്നല്ല പറഞ്ഞത്, പുഞ്ചിരിക്കുന്നത്, അവസരോചിതമായി നിന്റെ സഹോദരന്റെ നേരെ നോക്കി പുഞ്ചിരിക്കുന്നത് പുണ്യമാണ്, സദഖയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാന യുദാഇബു അഹ്ലഹു. തന്റെ കുടുംബവുമായിരുന്ന് തമാശ പറയുമായിരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാത്തിനും ഒരു അർത്ഥമുണ്ടായിരുന്നു, എല്ലാത്തിനും ഒരു ആവശ്യമുണ്ടായിരുന്നു. ഈ രീതിയിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ നമുക്ക് വായിക്കാൻ കഴിയും. ജനങ്ങൾ കൂടി നിൽക്കുക, എന്നിട്ട് ഒച്ചയിൽ വർത്താനം പറയാ, എന്നിട്ട് പൊട്ടിച്ചിരിക്കുക എന്നത് ഒരു അദബ് കേടാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ വഴിയോരങ്ങളിൽ കൂടി നിൽക്കുമ്പോൾ വഴിയോട് ചെയ്യേണ്ട ഒരു ഹക്കുണ്ട്, അത് നിർവഹിക്കണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദുൽ ഹഖ്ഖാലിത് ത്വരീഖ്. നിങ്ങൾ വഴിയോരങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ വഴിയിലുള്ള ആളുകളോട് സലാം പറയുകയും, വഴിയിലൂടെ പോകുന്ന ആളോട് സലാം പറയുകയും സലാം മടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലുള്ള നിൽപ്പായിരിക്കണം വഴിയരികിലെ നിങ്ങളുടെ നിൽപ്പ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഒരാൾക്ക് ഇങ്ങോട്ട് സലാം പറയാവുന്ന ഒരു അവസ്ഥയിലായിരിക്കണം നിങ്ങൾ നിൽക്കേണ്ടത്, അങ്ങോട്ട് പറയാനും പറ്റുന്ന അവസ്ഥയിലായിരിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മുണ്ട് മടിക്കുത്തി മുട്ടിന്റെ മുകളിൽ മടക്കി കുത്തി നിൽക്കുന്ന ആളോട് അങ്ങോട്ട് സലാം പറയേണ്ടതില്ല. കാരണം ഔറത്ത് വെളിവാണ്. ഔറത്ത് പുറത്ത് കാണുന്ന ആളോട് സലാം പറയാൻ പാടില്ല, അവൻ ഫാസിഖാണ്. അപ്പോൾ നിങ്ങളുടെ കണ്ണുകളെ സൂക്ഷിക്കണം. പിന്നെ പറഞ്ഞത് അതാണ്, ഒരു വഴിയിൽ നിൽക്കുമ്പോൾ ആ വഴിയോടുള്ള ഹഖൽ, ഒന്നാമത് ഒരാൾക്ക് ഇങ്ങോട്ട് സലാം പറയാനും നമുക്ക് അങ്ങോട്ട് പറയാനും പറ്റുന്ന അവസ്ഥയിലായിരിക്കണം നിങ്ങളുടെ നിൽപ്പ്. രണ്ടാമത് പറഞ്ഞത് നിങ്ങളുടെ കണ്ണുകളെ സൂക്ഷിക്കണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വഴിയരികിൽ നിങ്ങൾക്ക് തടിച്ചുകൂടി നിൽക്കാൻ പറ്റും. ഏതായാലും അത് വല്ലാതെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എന്നിട്ട് ആർത്തട്ടഹസിച്ച് ചിരിക്കാം, തമാശകളൊക്കെ വേണം, പക്ഷെ അതിനൊക്കെ ഒരു നിയന്ത്രണം വിട്ട് അതപില്ലാതെ പോകുന്ന അവസ്ഥ. ഖദർ നബി അലൈഹിസ്സലാം മൂസാ നബിയോട് കൂടെ കൂടിയ സംഭവം നമുക്കറിയാലോ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിലൂടെ അത് പറയുന്നുമുണ്ട്. മഹാനായ അബുൽ അബ്ബാസ് അൽ ഖദർ ബല്യ ഇബ്നു മൽക്കാൻ അലൈഹിസ്സലാം എന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാനാണ് ഖദർ നബി അലൈഹിസ്സലാം. ഖദർ എന്നും പറയും, ഖദർ എന്നും പറയും. പൂർണ്ണമായ പേര് അബുൽ അബ്ബാസ് അൽ ഖദർ ബല്യ ഇബ്നു മൽക്കാൻ അലൈഹിസ്സലാം. ഈ മൂന്ന് പേരുണ്ട്. അബുൽ അബ്ബാസ് ഒന്നാമത്തെ പേര്, അൽ ഖദർ രണ്ടാമത്തെ പേര്, ബല്യ ഇബ്നു മൽക്കാൻ മൂന്നാമത്തെ പേര്. ഇതൊന്ന് കാണാതെ പഠിച്ചു വെക്കുന്നത് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമുമായി സംഗമിച്ചു. വലിയൊരു യാത്രയായിരുന്നു, ഒരുപാട് അനുഭവങ്ങളുള്ള യാത്ര. ഒരുപാട് കാര്യങ്ങൾ ഖുർആൻ ഇത് സംബന്ധമായി സൂചിപ്പിക്കുന്നുണ്ട്. എത്ര ആയത്തുകളായി ഒരു യാത്രയെ സംബന്ധിച്ച്. ചോദ്യോത്തരങ്ങൾ ധാരാളം ഉണ്ടായിട്ടുള്ള യാത്ര. അത്ഭുതകരമായ, അപ്രതീക്ഷിതമായ, ആർക്കും വിചാരിക്കാൻ കഴിയാത്ത, ചിന്തിക്കാൻ കഴിയാത്ത ഉത്തരങ്ങൾ പുലർന്ന യാത്ര. അങ്ങനെ ഉണ്ടല്ലോ. ഖദർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിജ്ഞാനത്തെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അംഗീകരിക്കുന്ന യാത്ര. യാത്രയൊക്കെ കഴിഞ്ഞ് മഹാനായ മൂസ അലൈഹിസ്സലാം ഖദർ അലൈഹിസ്സലാമിനെ വിട്ടുപിരിയാൻ നേരത്ത് മൂസ നബി ഖദർ നബിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പറയുന്നുണ്ട്, എനിക്കൊരു വഅദ് പറഞ്ഞതാ, എനിക്കൊരു ഉപദേശം പറഞ്ഞതാ ഖദറെ. ഖദർ നബി അലൈഹിസ്സലാം കൊടുക്കുന്ന ഉപദേശം, ജനങ്ങൾ ഓരിയിടുന്ന ഒച്ചയിടുന്നോടത്തേക്ക് കാരണമില്ലാതെ പോകല്ല മൂസാ നബിയെ. വലാ തംശി ബിഗൈരി ഹാജ, ഒരാവശ്യമില്ലാതെ അങ്ങോട്ട് പോകരുത്. ഏത് ചായക്കടയാ ഇതിന് ഒഴിവായി നിൽക്കുന്നത്? ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്ന കേരളമാണ്. രാഷ്ട്രീയം സജീവമായി ചർച്ചയുള്ള സഭകളാണ് ഇന്ന് മനുഷ്യർ കൂടുന്നിടത്ത് മുഴുവൻ. മൂസാ നബിയോട് ഖദർ നബി പറയാണ്, ഒരു കാര്യവുമില്ലാതെ ജനങ്ങൾ കൂട്ടം കൂടി നിന്ന് ഉറക്കെ വർത്തമാനം പറഞ്ഞ ആർത്തട്ടഹസിച്ച് ചിരിക്കുന്നോടത്തേക്ക് കാരണമില്ലാതെ പോവല്ല മൂസാ നബിയെ. വലാ തൽഹഖ് മിൻ ഗൈരി അജബ്, ഒരു അത്ഭുതമില്ലാത്ത കാര്യത്തിന് വേണ്ടി അങ്ങ് ചിരിക്കല്ല മൂസാ നബിയെ. വലാ തുഅയ്യിറൽ ഖാതിഈന ബിഖതായാഹും, പാപം ചെയ്ത ആളുകളെ ചെറുതായി കാണല്ലേ അവർ പാപം ചെയ്തതിന്റെ പേരിൽ. അങ്ങെങ്ങാനും പാപം ചെയ്തു പോകുമോ എന്ന വിചാരം വരുമ്പോൾ അങ്ങ് കരയണേ. എത്ര നല്ല ഉപദേശം, എത്ര നല്ല ഉപദേശം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാളുടെ അമിതമായ ചിരി, ഒരാള് അമിതമായി ചിരിക്കാൻ ആഗ്രഹിക്കുക എന്നത്, ഒരാള് ഒരുപാട് കോമഡി കാണാനും കേൾക്കാനും പറയാനും തീരുമാനിക്ക എന്നത്, ഒരാൾ അങ്ങനെ ചെയ്യാ എന്നത്, ചിരിയോട് ജീവിതത്തെ കൂടുതൽ ബന്ധപ്പെടുത്ത എന്നത് ഹൃദയം ചത്തുപോവാൻ, ഈമാനില്ലാത്ത അവസ്ഥ മനസ്സിനുണ്ടാവാൻ കാരണമാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ഇബ്നു മാജഹ് ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം കാണുന്ന ചുറ്റുപാടുകളിൽ മുഴുവനും കോമഡിയാണ്. റിയാലിറ്റി ഷോകൾ മുഴുവനും കോമഡിയാണ്. ഒരു വാട്സാപ്പ് മെസ്സേജ് വന്നാൽ അതിൽ കോമഡിയാണ്. എല്ലാ സ്ഥലത്തും നമുക്ക് ചിരിക്കാനുള്ളതേ ഉള്ളൂ. എല്ലാവരും ചിരി ഇഷ്ടപ്പെടുന്നു, ചിരി എല്ലാവരും ആഗ്രഹിക്കുന്നു. ചിരിക്കുന്നോടത്തേക്കാണ് എല്ലാവർക്കും. വഴുത് പോലും ചിരിയില്ലാത്ത വഴുതാണെങ്കിൽ ആൾക്കാർ കിട്ടാനില്ല കേൾക്കാൻ. ആ അവസ്ഥയിലേക്ക് വഴുത് പരിപാടി പോലും.
മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ഒരിക്കൽ നടന്നു പോവാണ്. ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അയാള് വല്ലാതെ ചിരിക്കാണ്. വല്ലാതെ ചിരിക്കുന്ന അങ്ങനെ ഉണ്ടല്ലോ ചിരി. ചിരിക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒരു കാര്യവുമില്ലാതെ വല്ലാതെ ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഹസൻ ബസ്രി തങ്ങൾ കണ്ടപ്പോൾ വിളിച്ചിട്ട് ചോദിച്ചു, യാ ബുനയ്യ ഹൽ ജുസ്ദ സുറാത്ത്, മോൻ എന്തിനാ നിങ്ങൾ ചിരിക്കുന്ന? സുറാത്ത് എന്ന പാലം നീ വിട്ടുകിടന്നോ? എന്തിനാ ചിരിക്കുന്നത്? മോനെ നീ വല്ലാതെ ചിരിക്കുന്നുണ്ടല്ലോ, സുറാത്ത് എന്ന പാലം നീ വിട്ടുകിടന്നോ? ആ പയ്യൻ പറഞ്ഞു, ഇല്ല. മോനെ ഹൽ തബയ്യന ലക അന്നക തസീറു ഇലൽ ജന്ന, മോനെ നിനക്ക് വ്യക്തമായിട്ടുണ്ടോ നീ സ്വർഗത്തിനുള്ള ആളാണെന്ന് നിനക്ക് വ്യക്തമായിട്ടുണ്ടോ? ഖാലല, ഇല്ല തങ്ങളെ, എനിക്ക് അങ്ങനെ വ്യക്തമായിട്ടില്ല. അപ്പൊ എന്തിനാ നീ ചിരിച്ചത്? എന്തിനാടാ നീ ചിരിച്ചത്? ആഖിറത്തിന് വേണ്ടി കരയാനല്ലേ പഠിപ്പിച്ചത്? വളരെ തുച്ഛമായി ചിരിക്കാം, ധാരാളം കരയാം. എവിടെയാ തുച്ഛമായ ചിരി? ദുനിയാവിന്റെ വിഷയത്തിൽ. ആഖിറത്തിന്റെ വിഷയത്തിൽ ധാരാളം കരയ എന്ന അവസ്ഥ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ഉപദേശിച്ച ഈ ചെറുപ്പക്കാരൻ പിന്നെ ചിരിക്കുന്നത് കണ്ടിട്ടില്ല. അങ്ങനെയാണ് സഹോദരങ്ങളെ, ഇത് അള്ളാഹു തന്ന വലിയൊരു ഭാഗ്യമാണ്. ചിരിക്കുക, ജീവിതത്തിൽ ചിരിക്കണം എന്നാണ്. പക്ഷെ കോമഡി കണ്ട് ചിരിക്കാൻ തന്നെ ജീവിക്കരുത്. കോമഡിയെ ഇഷ്ടപ്പെട്ട് കോമഡി ഷോകളുടെ പിന്നാലെ പോയി ചിരിക്കാൻ തന്നെ ജീവിക്കില്ല. അതിന് വലിയ ഗൗരവമുണ്ട്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? റമദാൻ വരാ, ഈ കോമഡിയൊക്കെ നമുക്ക് കാണാൻ മാറ്റി വെക്കേണ്ട സമയ. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം പുന്നാര നബി തങ്ങളുടെ അടുക്കൽ വരുമ്പോൾ, മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി ദുർറുൽ മൻസൂറിലെ ഹദീസ് പറയുന്നുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ വരുമ്പോൾ ജിബ്രീലിനോട് മീകായിലിനെ പറ്റി അലൈഹിമുസ്സലാത്തു വസ്സലാം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാലി ലം അറ മീകായിൽ അല്ലാഹികൻ ഖത്തു യാ ജിബ്രീൽ. ജിബ്രീലേ അലൈഹിസ്സലാം, എന്റെ അടുക്കൽ പലപ്പോഴും മീകായിൽ വരാറുണ്ട്, ഒരിക്കലും അദ്ദേഹം ചിരിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. ജിബ്രീൽ, എന്ത് പറ്റി? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, മാ ലഹിക മീകായിലു മുൻദു ഖുലിഖത്തിന്നാർ, നരകത്തെ അള്ള പടച്ച അന്ന് മുതൽക്ക് നമ്മുടെ മീകായിൽ മഹാനവറുകൾ ചിരിച്ചിട്ടില്ല നബിയേ. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ജിബ്രീലിന്റെ കവളിൽ 2 കറുത്ത പാട് കണ്ടു. എന്തുകൊണ്ടാണ് ഈ കറുത്ത അടയാളം? അള്ളാഹുവിന്റെ ഹബീബേ, അള്ളാഹു നരകത്തെ പടച്ച അന്ന് മുതൽക്ക് ഞാൻ കരയാണ്, അതാണ് എന്റെ മുഖത്തെ കറുത്ത അടയാളം. അതും ഇമാം ജലാലുദ്ദീൻ സുയൂത്തി ദുർറുൽ മൻസൂറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അത്രത്തോളം ചിരിയുടെ, കരച്ചിലിന്റെ വകഭേദത്തെ കുറിച്ചൊരു ബോധം നമുക്ക് ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി കണ്ടോ, മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്, മൻ അദ്നബ ദംബൻ വഹുവ യൽഹഖു ദഖലന്നാർ വഹുവ യബ്കി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്ന ഒരു വർത്താനമുണ്ട്, ഒരാൾ ഒരു തെറ്റ് ചെയ്യാണ്, എന്തായാലും ചെയ്യണത് തെറ്റാണ്. ഉദാഹരണം, ഒരു സിനിമ കാണാണ്, പക്ഷേ തെറ്റ് ചെയ്യുമ്പോഴും അവൻ ചിരിച്ചിട്ടാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെയാണ് വിഷയം. ചിരിച്ചുകൊണ്ട് ഒരാൾ തെറ്റ് ചെയ്യുന്നുവെങ്കിൽ ചിരിച്ചിട്ട് ചെയ്യുന്ന ആ തെറ്റ് അവനെ കരയിപ്പിച്ച് നരകത്തിൽ എത്തിക്കുമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. തെറ്റാണ് ചെയ്യുന്നത്, പക്ഷേ തെറ്റ് ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹുവേ, തെറ്റാണ് ചെയ്യുന്നത്, പക്ഷെ തെറ്റ് ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുക. ഇമാം ഗസാലി രേഖപ്പെടുത്തുന്നുണ്ട്, തെറ്റ് ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ അവനെ എത്തിക്കുന്നത് കരഞ്ഞുകൊണ്ട് എന്ന അവസ്ഥയിൽ നരകത്തിലാണെന്ന് സയ്യിദുനാ ഇബ്നു അബ്ബാസ് എന്ന ഖാജ റളിയല്ലാഹു അൻഹു. അത്രത്തോളം മഹാന്മാർ ഈ വിഷയത്തിൽ വയഖിറൂന ലിൽ അദ്ഖാനി യബ്കൂൻ എന്ന് പരിശുദ്ധ ഖുർആൻ
കരഞ്ഞിട്ട് കരഞ്ഞിട്ട് നിലത്തേക്ക് മുഖം കുത്തി വീഴുന്ന ആളുകളുണ്ട്. അവരെ പ്രശംസിച്ച് അള്ളാഹു പറഞ്ഞത്. കരഞ്ഞിട്ട് ജീവിതത്തെ സമൃദ്ധമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എങ്ങനെ നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചിരിക്കാൻ കഴിയും? ഞാനും നിങ്ങളൊക്കെ മാറ്റം വരുത്തേണ്ട കാര്യമാണ്. നമ്മുടെ പൂർവികരുടെ അവസ്ഥയെ കുറിച്ച് ഒന്ന് നമ്മൾ ശരിക്കും ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. ചരിത്രങ്ങൾ ഖുർആനിലെമ്പാടുണ്ട്. എന്തിനാ ഖുർആൻ ചരിത്രം ഇങ്ങനെ പറഞ്ഞത്? നമുക്ക് വഴുതു പറയാനാ? ചരിത്രം ഖുർആനിൽ ഒരുപാടുണ്ട്. എന്തിനാത്? ചരിത്രത്തിന്റെ ലക്ഷ്യം സംസ്കരിക്കാനാണ്, സമുദ്ധരിക്കാനാണ്. ഈ ചരിത്രം പിന്നിൽ വരുന്നവർക്ക് പ്രചോദനമായി അവർ നന്നാവാനാണ്. മഹാന്മാരുടെ ചരിത്രങ്ങൾ ഇങ്ങനെ പഠിക്കാ, വായിക്കാ, അറിയാ, കേൾക്കാ. എന്തിനാണിത്? നമുക്കൊന്ന് നന്നാവാൻ, നമുക്ക് നന്നാവാൻ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, 3 കണ്ണുകൾ നാളെ മഹ്ശറയിൽ കരയൂല, ബാക്കി എല്ലാ കണ്ണുകളും കരയുകയായിരിക്കും. അള്ളാഹുവേ, അത് ഞങ്ങൾക്ക് തരണേ അല്ലാ, ആ ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. മഹ്ശറയിൽ 3 കൂട്ടരുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരൂല, അവർക്ക് കരച്ചിലില്ല. മഹ്ശറയിൽ 3 വിഭാഗം ആളുകളുടെ കണ്ണുകൾക്ക് കരച്ചിലില്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഐനം ബകത് മിൻ ഖശിയത്തില്ലാഹ്. കേട്ടോ, കുല്ലു ഐനിൻ ബാക്കിയത്തു യൗമൽ ഖിയാമത്തി ഇല്ലാ സലാസ. ഖിയാമത്ത് നാളിൽ എല്ലാ കണ്ണുകളും കരയേണ്ടവരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇല്ലാ സലാസ, 3 കണ്ണുകൾ ഒഴിച്ച്. അതിലൊന്നാമത്തെ കണ്ണ് ഐനം ബക്കത്ത് മിൻ ഖശിയത്തില്ല. അള്ളാനെ ഭയന്നിട്ട് കരഞ്ഞ കണ്ണ് നാളെ മഹ്ശറയില് കരയേണ്ടതില്ല. ഭൂമിയിൽ വെച്ച് അള്ളാനെ ഭയന്ന് കരഞ്ഞ കണ്ണിന് നാളെ കരയേണ്ടതില്ല. അള്ളാഹു ഹറാമാക്കിയത് കാണാതിരിക്കാൻ വേണ്ടി അടച്ചു പിടിച്ച കണ്ണിനും നാളെ മഹ്ശറയിൽ കരച്ചിലില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ പടച്ച റബ്ബിന്റെ പൊരുത്തത്തിലായി ഉറക്കമൊഴിച്ച കണ്ണിനും നാളെ കരയേണ്ടതില്ല, ബാക്കി എല്ലാ കണ്ണുകളും കരയേണ്ടവരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്ശറയിൽ കരയാത്ത ഈ 3 വിഭാഗം ആളുകളാ. 3ലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, സലാസത്തു അശ്യാ തഖ്സിൽ ഖുലൂബ്. 3 കാര്യങ്ങൾ ഒരു ഹൃദയത്തെ കഠിനമാക്കി കളയും. 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഹൃദയത്തിന് കാഠിന്യത വരും. ഒന്നാമത് കേട്ടോ, ഒന്നാമത്തേത് മഹാന്മാര് പഠിപ്പിക്കുകയാണ്, അല്ലാഹുക്കും മിൻ ഗൈരി അജബ്. ഒരു അത്ഭുതമല്ല, ഒരു കാര്യമില്ല, തോന്നിയതിന് ചിരിക്കാ. ഹൃദയത്തിന് കാഠിന്യത ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഈമാൻ ഹൃദയത്തിൽ ഉണ്ടാവില്ല. ഈമാൻ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഈമാൻ കേറാത്ത അവസ്ഥ, ഈ അവസ്ഥയിലേക്ക് വരും. നമ്മൾ ഒരു കാര്യമില്ലാതെ, ഒരു അത്ഭുതവുമില്ലാതെ, ഒരു ആശ്ചര്യവുമില്ലാതെയുള്ള ചിരി. ഒന്നാമത്തേത് അതാണ്. രണ്ടാമത്തേത് വിശപ്പില്ലാത്തപ്പോ ഭക്ഷണം കഴിക്കല് നമ്മുടെ ഹൃദയത്തിന് കാഠിന്യത ഉണ്ടാക്കും. ആവശ്യമില്ലാത്തോടത്ത് വർത്താനം പറയാ എന്നത് ഹൃദയത്തിന് കാഠിന്യത ഉണ്ടാക്കും. ആവശ്യമില്ലാത്തോടത്ത് വർത്താനം പറയാ, ഇങ്ങനെ പറയാൻ. ഒരാളുടെ വർത്താനം ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അവന്റെ പാപം കൂടും. പാപം കൂടിക്കഴിഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് ഈമാൻ പോകും. പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. ഹൃദയത്തിൽ നിന്ന് ഈമാൻ പോയ ആളുകൾക്ക് സ്വർഗമില്ല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ.